ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ 60 വയസ്സായാലും നമ്മളെ കൈയും അതുപോലെ മുഖമൊക്കെ ഒന്ന് ചുളിവുകളൊക്കെ മാറി ഒന്ന് വെട്ടി തിളങ്ങാൻ നമ്മൾ ഏറ്റവും നല്ലൊരു ടിപ്സാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇതിടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അത് എല്ലാവരും ചോദിക്കാറുണ്ട്, ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ കൂടുതൽ ചുളിവില്ലാതിരിക്കാൻ എന്താ ചെയ്യാന്നൊക്കെ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് പങ്കുവെക്കുകയാണ്. അതിന് വേണ്ടി ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കാപ്പിപ്പൊടിയും പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, പിന്നെ 1 സ്പൂണ് കാപ്പിപ്പൊടിയും. പിന്നെ തക്കാളി നന്നായി പഴുത്ത് നോക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിയിൽ നന്നായി ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് ഒന്ന് അരിച്ചതിന് ശേഷം അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ തക്കാളി നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ഒന്ന് അലിയിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ കയ്യിലിട്ട് കൊടുക്കേണ്ടത്, പിന്നെ ഒരു 10 മിനിറ്റൊക്കെ ചെറുതായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഈ പരുവത്തിലായതിന് ശേഷം നമ്മൾ കൈമേന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കൈയൊക്കെ വെറുതെ അങ്ങ് മസാജ് ചെയ്തതിനൊക്കെ ഏറ്റവും നല്ലതാണ്. രക്തോട്ടമൊക്കെ പെട്ടെന്ന് ഉണ്ടാവാനും ഒക്കെ ഇത് തേക്കാതെ തന്നെ നമ്മൾ കൈ മസാജ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഇതാണ് ഫൈനൽ ലുക്ക്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കഴുകി കളഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, അതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെയും നമ്മൾ ഒന്നും കൂടെ തേച്ച് കൊടുത്തിട്ടുണ്ട് മുഖത്തും അതുപോലെ നമ്മളെ കാലിലും. ഇപ്പോൾ എന്താ പറയുക, ഒരു തണുപ്പ് കാലമായതുകൊണ്ടാണ് സമയം കിട്ടുക എന്നൊക്കെ പോയി വന്ന കാലം പറയാൻ പറ്റില്ല. അടുക്കള ജോലിയും പുറത്ത് ജോലിയൊക്കെ ആയിരിക്കും ഒക്കെ ആയിട്ടുണ്ടാവും. ഒരുപാട് തണുപ്പും പൊടി പടലങ്ങളൊന്നും ചെയ്യുന്നതാണ് കേട്ടോ. നമ്മളെ കൈയൊക്കെ അങ്ങനെ ഡ്രൈ ആയി പോവും. അപ്പോൾ എന്തായാലും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. അതുപോലെ തന്നെ ഗ്ലിസറിനും അതിന് ശേഷം റോസ് വാട്ടറും നമ്മൾ കുറച്ച് റോസ് വാട്ടർ എല്ലാം എടുത്തിട്ടുണ്ട്. എന്താ തേച്ചു ഗ്ലിസറിനാണ് അതും കൂടെ. ഇത് നമ്മളെ കാലിലുണ്ട് തുള്ളി എടുത്തേക്ക് അതുപോലെ കയ്യുമ്മേന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. നമുക്കൊരു ദിവസം ഞായറാഴ്ചകളിലോ അപ്പോൾ പുറത്ത് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഞായറാഴ്ച ആണെങ്കിൽ നമുക്കൊരു 2-3 പ്രാവശ്യമൊക്കെ ഇത് ഒന്ന് തേച്ച് കൊടുക്കുക. തക്കാളിയും എന്താ പറയുക കാപ്പിപ്പൊടിയൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ അതിലേക്ക് മുട്ട ചേർക്കുകയാണെങ്കിൽ അതൊന്നും കൂടി നല്ലതാണ്. ഞാൻ ഇന്ന് ഇങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് നോക്കുക കേട്ടോ, ഇതുപോലെ ഒന്ന് ചെയ്തിട്ട്. എന്തായാലും ഒരു മാസം കഴിയുമ്പോൾ നമ്മളെ കൈയും കാലുമൊക്കെ ഒരു മാറ്റം വരുന്നുണ്ടാവും. അത്രയും നമ്മൾ കഷ്ടപ്പെട്ടാൽ തന്നെ നമുക്കൊരു എന്താ പറയുക, നമ്മളെ കൈയും കാലുമൊക്കെ ഒന്ന് വൃത്തിയിൽ കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം കൂടിയാണ് കേട്ടോ. അത്രയും നല്ല കൈയും കാലുമൊക്കെ നമുക്ക് ദൈവം തന്നിട്ട് നമ്മളത് എന്തായാലും നമ്മൾ സംരക്ഷിക്കണം. അതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മളെങ്ങനെയെങ്കിലും അങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിക്കണ്ട. അത് കാണുമ്പോൾ നമുക്ക് എന്തായാലും ഒരുപാട് അങ്ങ് ചിലവും ഒന്നുമില്ല കേട്ടോ. നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചാണ് ഇതൊക്കെ ചെയ്യണത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോലെ. ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ കമൻറ്റ് നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് കമൻറ്റ് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.